Hi, good morning. Good morning, Miss. Good morning. Good morning, Miss. ആരും പോയില്ലല്ലോ ഇറങ്ങി ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. Good morning, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? എവിടെ വെച്ചിട്ടാ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കണേ? Urology and andrology. Urology and andrology. ഐ തിങ്ക് നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് വന്നിരിക്കുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, ശരിയല്ലേ? യെസ് മാം, നോട്ട് തന്നില്ലായിരുന്നു എന്റെ. അവിടെ വരെയുള്ള നോട്ട്സോ? നോട്ട്സ് തന്നില്ലായിരുന്നു, അവിടെ വരെ ക്ലിയർ ആക്കിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്സ് എവിടെ നിന്ന് തുടങ്ങാനുണ്ടെന്നൊന്ന് പറയാമോ? നമ്മൾ എവിടെ നിന്നാ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സില്? Ophthalmology മുതൽ തുടങ്ങി. ഓങ്കോളജി മുതലാണോ? അല്ല, ophthalmology. Ophthalmology. ഓക്കെ, ഒഫ്താൽമോളജിയിൽ നമുക്ക് പ്രധാനമായിട്ടും വലിയ കാര്യങ്ങളൊന്നും എഴുതാനൊന്നുമില്ല. ഒഫ്താൽമോളജി ഒന്ന് എഴുതാം കേട്ടാ. ഒഫ്താൽമോളജി എന്ന് ഹെഡിങ് എഴുതാം. ഒഫ്താൽമോളജി, അതില് ഒഫ്താൽമോളജി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഒപ്റ്റോമെട്രി എന്ന് എഴുതാം കേട്ടോ. ഒപ്റ്റോമെട്രി എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടുക. നോട്ട് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം, അല്ലെങ്കിൽ അതവിടെ പെൻഡിങ് ആയി പോകും. ഒപ്റ്റോമെട്രി ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Profession that involves examining the eyes and the structures defects or abnormalities. കണ്ണിന്റെ ഘടന, കണ്ണിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകള്, അതിന് വരുന്ന അപാകതകള്, കണ്ണ് പരിശോധന, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പ്രൊഫഷൻ. അതിന്റെ ആ ഒരു പ്രൊഫഷനെയാണ്, ആ ഒരു തൊഴിൽ, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ, ബൈനോക്കുലർ വിഷൻ. ability to maintain visual focus on an object with both eyes creating a single visual image. ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മളുടെ രണ്ട് കണ്ണുകളും വെച്ച് നോക്കുമ്പോൾ ആ വസ്തുവിന് ഒരു സിംഗിൾ വിഷ്വൽ ഇമേജ്, ഒറ്റയായിട്ട് തന്നെ, രണ്ടായി കാണാതെ ഒറ്റയായിട്ട് തന്നെ ആ ഒബ്ജക്റ്റിനെ നമുക്ക്
വ്യൂ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈനോക്കുലർ വിഷനിൽ 2 വേർഡ്സ് ഗ്രീക്ക് വേർഡ്സിൽ നിന്ന് എടുത്തേക്കണ 2 വേർഡും അതിന്റെ മീനിങ്ങും പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, ഓർത്തോപെഡിക്സ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഏതാ? ഓർത്തോപെഡിക്സ്. അതിൽ 2 വേർഡ്സിന്റെ മീനിങ്ങും അത്ര എഴുതാനുള്ളൂ. ഒന്ന് ടെൻഡൻ, ടെൻഡൻ ചലന ഞരമ്പ്. അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചലന ഞരമ്പ്, ടെൻഡൻ ചലന ഞരമ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് പീഡിയാട്രിക്സ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ എഴുതാനുള്ളത് പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക്സിൽ എഴുതാം. അതിന്റെ താഴെ ഇൻട്രോടെറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ അത് എഴുതാം. ഇൻട്രോടെറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാൻ നോക്കി, നോട്ടിൽ നോക്കി എഴുതാം കേട്ടോ. ഇൻട്രോടെറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇൻട്രോടെറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. എഴുതിയോ? എന്റെ ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ കണ്ടീഷൻ ഇൻ വിച്ച് baby doesn't grow to normal weight. Baby doesn't grow to normal weight during pregnancy period. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ആവശ്യത്തിന് നോർമലായിട്ട് ഓരോ വെയിറ്റ് ഓരോ പീരിയഡുകൾക്ക് അനുസരിച്ച് വേണം. അതിന് അങ്ങനെ അറ്റൈൻ ചെയ്യാത്ത കുട്ടികൾ, അങ്ങനെ ഇല്ലാതിരിക്കുന്ന ആരവസ്ഥ, കുട്ടിയുടെ വളർച്ചക്കുറവ് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ച ഇല്ലാതിരിക്കുക, അതിനെയാണ് വളർച്ചക്കുറവ് എന്ന് വിളിക്കുക കേട്ടോ. പുറത്തേക്ക് വന്നിട്ടല്ല, ഉള്ളിൽ തന്നെ ഇരിക്കും. അതിനെയാണ് ഇൻട്രോടെറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ്, അടുത്തത് നമുക്ക് സൈക്യാട്രിയിൽ നമുക്കൊന്നും എഴുതാനൊന്നുമില്ല. അതിൽ IQ എന്നതിന്റെ ആ ഒരു ഫുൾ ഫോം ആണെങ്കിൽ എഴുതി വെച്ചേക്ക. ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് കേട്ടോ. സൈക്യാട്രിയില് IQ എന്ന് പറഞ്ഞുണ്ട്. IQ ടെസ്റ്റുകൾ നടത്തും സൈക്യാട്രിയിൽ. കാരണം പേഷ്യൻസ് അവരവരുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഇന്റലിജൻസ് കോഷ്യന്റ്. എത്രയാണ് അവരുടെ IQ ലെവൽ അത് പരിശോധിക്കും. ഈ ഇമോഷണൽ, ബിഹേവിയറൽ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ തകരാറിലായ ആളുകള്, അവരുടെ മെന്റൽ സ്ട്രെങ്ത് എന്താ പറയാ ഡിസോർഡർ ആകുന്ന സമയത്ത് അത്തരം ആളുകളെ കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. അവിടെ സൈക്യാട്രിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും അത്തരം മെഡിസിൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ദേ ഓൾസോ പ്രൊവൈഡ് സം അതർ ടൈപ്സ് ഓഫ് സർവീസസ്. മറ്റു പല സേവനങ്ങളും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവരുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ കണ്ടക്ട് IQ ടെസ്റ്റുകൾ നടത്തുന്നു. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ഡി അഡിക്ഷൻ സർവീസസ്. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ്, അതിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പൾമനോളജിയിലും നമുക്ക് വേറെ ഒന്നും എഴുതാനൊന്നുമില്ല. തന്നിരിക്കുന്ന രോഗങ്ങള് പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് there are other names, മറ്റ് പേരുകളുണ്ട്, ഓർത്തിരിക്കുക. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. അവർ പിന്നെ അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ്? അലർജി, ബ്രോങ്കൈറ്റിസ് ആൻഡ് ഓൾസോ ലങ്സ് ക്യാൻസർ. പിന്നെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പൾമനോളജിസ്റ്റുകൾ ദി ഓൾസോ ട്രീറ്റ് മറ്റ് പലതരത്തിലുള്ള നമ്മുടെ ചെസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന പല രോഗങ്ങൾ. അതാണ് ന്യൂമോണിയ, ആസ്തമ, ട്യൂബർകുലോസിസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവിടെ നമുക്കധികം ഒന്നും എഴുതാനില്ല. നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് സർജറി. അവിടെയും ഇല്ല നമുക്കൊന്നും എഴുതാനായിട്ട് പ്രത്യേകിച്ച്, കാരണം അതൊക്കെ അവിടെ തന്നെ ഓൾറെഡി നോട്ടിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എഴുതാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി.
അതില് കുറച്ച് മലയാളം വേർഡ്സ് ഒക്കെ തന്നെയാണ്. ഒന്ന് യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധ കേട്ടാ. യൂറിനറി ട്രാക്ട് സിസ്റ്റം, മൂത്രാശയ അണുബാധ എഴുതി വെക്കാം. മൂത്രാശയ അണുബാധ, യൂറിനറി ട്രാക്ട് സിസ്റ്റം. നെക്സ്റ്റ് എഴുതേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ഹൈഫൻ ഇടാം. പ്രോസ്റ്റേറ്റ് ഈസ് an important organ in male reproductive system. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന അർത്ഥം. ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. The cancer in prostate gland is called prostate cancer. Next one, traumatic injury. Traumatic injury. TRAUMATIC. Traumatic injury. Put a hyphen. A tissue injury. That occurs more or less suddenly പെട്ടെന്നുണ്ടാകുന്നത് കേട്ടോ. suddenly due to a violence or accident. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന എക്സ്ട്രാ നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ കൂടെ ഒപ്പം എടുത്ത് വെച്ച് വായിക്കാം. അത്രേ ഉള്ളൂ കേട്ടാ. യൂറേറ്റർ ഒക്കെ അറിയാലോ, മൂത്രനാളി, യൂറിനറി ബ്ലാഡർ, ആ യൂറിൻ കളക്ട് ചെയ്ത് വെക്കപ്പെടുന്ന ഒരു ബ്ലാഡർ ആണ്. യുറേത്ര യൂറിൻ പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. യുറേത്രയും യുറേറ്റേഴ്സും കേട്ടാ. മൂത്രനാളിയും മൂത്രം പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഒരു സ്മോൾ ഡക്റ്റ്, ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, അതാണ് യുറേത്ര എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നോട്ട് അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? റെഡിയാണോ എല്ലാവരും? യെസ്. Now we are going to study the supportive departments in a hospital. As we have നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും ബ്രോഡ്ലി അത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ OPD, IPD എന്ന രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതില് OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നൗ ഇപ്പൊ നമുക്കറിയാം ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ടും രോഗവുമായിട്ട് നേരിട്ട് ബന്ധം, അല്ലെങ്കിൽ രോഗത്തിന് പ്രതിവിധി, അല്ലെങ്കിൽ രോഗം എന്താണെന്ന് നിവാരണം ചെയ്തെടുക്കാൻ, രോഗത്തിന് ചികിത്സ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുമ്പോൾ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഫങ്ഷൻ ചെയ്യുമ്പോൾ there should be some supportive departments അല്ലെ, to support the medical department. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കാനും പ്രോപ്പർ ഫങ്ഷനിങ്ങിനും വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചില ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയേ തീരൂ. ഓക്കെ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റ് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. They are collectively known as സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് എല്ലാം കൂടിയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് നോക്കാം which are the supportive departments in a
ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ എന്താ പറയാ ഷോർട്ട് നോട്ട് പോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, physiotherapy, medical maintenance and engineering, purchasing department and material management. അപ്പൊ ഇതൊക്കെയാണ് ഇനി ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്ത് സപ്പോർട്ടാണ് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. What all supports are given by the supportive departments in a hospital? ഇവർ എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത്? എന്തിനാണ് ഇത് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്? ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമ്മളിപ്പോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഡിപ്പാർട്ട്മെന്റുകളോ വേണമല്ലോ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന്. അതിന്റെ യാതൊരു തരത്തിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലോ എന്തെങ്കിലും ഫംഗ്ഷൻസിലോ ഒക്കെ ഡിലേ വരാതെ, ലാഗ് വരാതെ എല്ലാം കൃത്യമായി നടക്കാനായിട്ട് കുറച്ച് സപ്പോർട്ട് മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വേണം. അല്ലെങ്കിൽ ഇത്തരം സപ്പോർട്ടുകൾ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത്തരം സപ്പോർട്ടുകൾ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ടോട്ടലി ഡിസ്റ്റർബ്സ് ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ ചിലപ്പോൾ അത് കാര്യമായി ബാധിച്ചേക്കാം. അങ്ങനെ അത് എഫക്ട് ചെയ്യാത്ത രീതിയിലും എല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ലബോറട്ടറീസ്. ആദ്യത്തേത് ഏതാ? ക്ലിനിക്കൽ ലബോറട്ടറി ആണ് ആദ്യത്തെ എന്താ പറയാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് യു മീൻ ബൈ ക്ലിനിക്കൽ ലബോറട്ടറീസ്? ലാബ് ആണ് അല്ലെ. നമ്മളുടെ എന്താ പറയാ ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പനിയോ മറ്റു അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് എന്താ പറയാ പുതിയ രീതിയിലുള്ള രോഗങ്ങളുണ്ട്. ഇപ്പോഴത്തെ പനി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽസിൽ പോകണം. കാരണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ കിട്ടുന്ന എന്തെങ്കിലും പനി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മരുന്നുകൾ വെറുതെ എടുത്ത് നമ്മൾ വരുത്തുന്നത് കാര്യമില്ല. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഏത് ടൈപ്പ് ഓഫ് പനിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഹെൽത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് അടുത്തുള്ള പറ്റുമെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ തന്നെ ചെന്നിട്ട് അത് കാണിക്കാം. ബിക്കോസ് അവർക്ക് അത് നോട്ട് ചെയ്യാനും കൂടിയാണ്. കാരണം ഇന്ന് പനി സാധാരണഗതിയിലുള്ള പനിയൊന്നുമല്ല, കൗണ്ടൊക്കെ കുറഞ്ഞു പോകുന്ന ഡെങ്കുവിന്റെ പോലത്തെ ഫീവർ ഒക്കെ ഇപ്പൊ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർ അതിന്റെ ഒരു കണക്കെടുപ്പും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോയി കാണിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമായിട്ട് അതിന്റെ മെഡിസിൻസ് എടുക്കാതെ അവിടെ കൊണ്ടുപോയി കാണിച്ചു, കുട്ടികളെ ആണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ പനി വരുമ്പോൾ അതൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഏത് പനിയാണ്, അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കൂടി ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയുള്ളൂ. ഇപ്പൊ 1-2 ദിവസത്തേക്കൊക്കെ മരുന്നേ മാത്രമേ അവർ തരുന്നു വിടുള്ളൂ. അതിനുശേഷം അത് ആ ടെമ്പറേച്ചർ കുറയുന്നില്ല എങ്കിൽ നമ്മളോട് ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും വന്ന് കാണിക്കാനായിട്ട് അവർ നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോകുക തന്നെ വേണം. പോയിട്ട് അപ്പൊ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളുടെ നേരത്തെ തന്ന മരുന്നുകൾ കൊണ്ടൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, സോ ഗോ ഫോർ എ ടെസ്റ്റ് എന്ന് പറയും. ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ അവര് ഹോസ്പിറ്റൽസിൽ നിന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ. അപ്പൊ അവർ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ. ആൻഡ് ലബോറട്ടറിയുടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറീസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എനി ക്ലിനിക്കൽ ലബോറട്ടറി ഇൻ എ ഹോസ്പിറ്റൽ ഈസ് ടു പെർഫോം ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ് ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലാബ് ടെസ്റ്റ് ഇൻക്ലൂഡ് 6 മെയിൻ ഫീൽഡ്സ്. പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് എഴുതുന്ന ലാബ് ടെസ്റ്റുകളിൽ പ്രധാനമായിട്ട് 6 വിഭാഗങ്ങളാണ്, 6 മേഖലകളിലുള്ള ടെസ്റ്റുകളാണ് ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാർ പറയും അക്കോർഡിംഗ് ടു അവർ ഡിസീസ്, നമ്മുടെ രോഗങ്ങൾക്ക് അനുസരിച്ച്. പ്രധാനമായിട്ട് ഈ 6 രീതിയിലുള്ള ടെസ്റ്റേ ഉള്ളൂ. അത് ഏതൊക്കെയാകാം? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഈ 4 ടെസ്റ്റുകളാണ്, ലാബ് ടെസ്റ്റുകളാണ് ഹോസ്പിറ്റലിൽ നടത്തുന്നത്. നമുക്ക് എന്തെങ്കിലും രോഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് പുറത്തെടുത്തിട്ട് മലമാകാം, മൂത്രമാകാം, ബ്ലഡ് ആകാം, അങ്ങനെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഈ 6 എണ്ണമാണ്
ഉണ്ട്. അത് അക്കോർഡിംഗ് ടു അവർ ഡിസീസ്, നമ്മൾ ചെന്നിരിക്കുന്ന എന്ത് രോഗവുമായി ബന്ധപ്പെട്ടാണോ അതനുസരിച്ചിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് അവർ എഴുതിയിട്ടുണ്ടാവും. അത് വായിക്കുന്ന ലാബിലെ നഴ്സുമാർക്ക് അറിയാൻ പറ്റും എന്ത് ടെസ്റ്റ് ചെയ്തേക്കണേന്ന്. അപ്പൊ പ്രധാനമായിട്ട് ഈ 6 രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. ഓർക്കുക, ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഇത് ഓരോന്നും ജസ്റ്റ് ഒരു ഒറ്റ ഫ്രേസിൽ നമുക്ക് എഴുതാം ഓരോന്നും. ബാക്ടീരിയോളജി വിച്ച് റിലേറ്റ്സ് ടു ബാക്ടീരിയാസ് ഓർ ലിവിംഗ് ഓർഗാനിസംസ്, അതായത് ജീവനുള്ള സാധനങ്ങളുടെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ബാക്ടീരിയാസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവികൾ, നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ഒരുപാട് ജീവികൾ അങ്ങനത്തെ ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ ശരീരത്തിനകത്ത് ജീവനുള്ള ചില ഓർഗാനിസംസും വസിക്കുന്നുണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പൊ അത്തരം അതിനെ കുറിച്ച് അതിന്റെ ടെസ്റ്റ് ആണ്. ചിലപ്പോൾ ചില ബാക്ടീരിയാസ് വയറിനകത്തൊക്കെ ഉള്ളത് കൊണ്ട് ചില രോഗങ്ങൾ നമുക്ക് മാറാതെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ വെദർ ദർ ഈസ് എനി ലിവിംഗ് ഓർഗാനിസംസ് ഡിസ്റ്റർബിങ് നമ്മളുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനെ, നമ്മുടെ ഡൈജഷനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്ത ഏതെങ്കിലും ബാക്ടീരിയാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത്തരം ടെസ്റ്റ് ചെയ്താലേ മതിയാവുള്ളൂ, അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ബാക്ടീരിയോളജി ടെസ്റ്റ്. പിന്നെ എന്താ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ് റിലേറ്റിംഗ് ടു ദിസ് ലിവിംഗ് ഓർഗാനിസംസ്. അപ്പൊ ഇത്തരം ഈ ലിവിംഗ് ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ് അതിന്റെ ഫലമായിട്ടും ചില അസുഖങ്ങൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം പുറത്തേക്ക്. ഓക്കെ, അപ്പൊ അതാണ് ബയോകെമിസ്ട്രി. ലിവിംഗ് ഓർഗാനിസംസിന്റെ ഒരു കെമിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് വിച്ച് ഗോസ് ഇൻസൈഡ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിനകത്ത് അത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ. സോ ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഓൺലി ബൈ ലാബ് ടെസ്റ്റ്. അപ്പൊ ആ ഒരു ബയോകെമിസ്ട്രി ടെസ്റ്റ് ചെയ്താലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഡയഗ്നോസിസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോളജി. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ കലകളൊക്കെ വെച്ചിട്ട് അതിന്റെ മൈക്രോസ്കോപ്പി കൂടിയൊക്കെ നോക്കി അതിനെ സെക്ഷൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ തിരിച്ച് മൈക്രോസ്കോപ്പി കൂടി എക്സാമിൻ ചെയ്ത് ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി. ടിഷ്യൂവിന്റെ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അപ്പൊ ആ ടിഷ്യൂസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകും ചില അസുഖങ്ങൾ ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചാൽ മൈക്രോസ്കോപ്പിലൂടെ എടുത്ത് എക്സാമിൻ ചെയ്ത് അത് സെക്ഷൻ ഒക്കെ ചെയ്ത് ഇത് മുറിച്ചോ അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും അവര് മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തുക. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു രീതിയാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്ന ഒരു laboratory test. Next one serology ആണ്. Serology എന്ന് പറയുന്നത് it's an antibody test. Whether you had any previous viral infections and how our body immune to that particular disease. അല്ലെങ്കിൽ അതായത് നമുക്ക് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് പിടിപെട്ടിരുന്നോ, ചിലപ്പോ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് കൊണ്ട് പിന്നീട് കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ഇപ്പൊ ഉദാഹരണം നമുക്ക് നേരത്തെ എന്താ പറയാ കൊറോണ വന്നിരുന്നു ചില ആളുകൾക്ക്. ആ കൊറോണ വന്നതിന് ശേഷം അന്നേരമൊക്കെ ചിലപ്പോ അതിൽ നിന്നൊക്കെ നമ്മള് എന്താ പറയാ അത് ജീവിച്ചൊക്കെ ഇങ്ങനെ പോന്നു, അതിന്റെ ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോന്നു. പിന്നീട് കുറെ കഴിയുമ്പോ ചിലപ്പോ ചിലർ പറയുന്നതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊറോണ വന്നപ്പോഴൊക്കെയാണ് ഇങ്ങനെ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവോ? എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ അസുഖം നമ്മൾ വരുമ്പോ അതാ കൊറോണ കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് കൊറോണ വന്നവർക്കാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ചില അന്ന് ഇടാൻ ചിലപ്പോ നമുക്ക് കൊറോണ ഒക്കെ വന്നു, നമ്മളുടെ ബോഡിക്ക് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ച് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോന്നു. ഓക്കെ, പിന്നീട് അതിന്റെ ആഫ്റ്റർ ഇഫക്ട് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അതിനിങ്ങനെ കണക്ട് ചെയ്യും അല്ലെ. അത് കൊറോണ വന്നത് കൊണ്ട് അവർക്കുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നേരത്തെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വന്നോ ആൻഡ് ഹൗ അവർ ബോഡി ഇമ്മ്യൂൺ ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻഫെക്ഷൻ, ആ ഒരു ഇൻഫെക്ഷനോട് നമ്മുടെ ബോഡി എങ്ങനെ പ്രതികരിച്ചു എന്നതൊക്കെ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സീറോളജി എന്ന് വിളിക്കുക. ഹെമറ്റോളജി നമുക്കറിയാം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പഠനമാണ്. അപ്പൊ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിനെ കുറിച്ചിട്ട് പഠിച്ച് ചിലപ്പോൾ ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാകാം എന്തെങ്കിലും ഡിസീസസ് നമുക്ക് വരിക. ബ്ലഡ് കുറഞ്ഞു പോകുക, കൂടി പോകുക, അല്ലെങ്കിൽ ബ്ലഡിൽ ഇന്നത് വരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഹെമറ്റോളജി ടെസ്റ്റ് നടത്തുന്നത്. ദെൻ സൈറ്റോളജി ആണ് സെൽസിനെ സംബന്ധിക്കുന്നത്. നമ്മുടെ സെല്ലുകള്, കോശങ്ങള് അല്ലെ, കോശങ്ങള് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ അവിടെയും ചില അസുഖങ്ങളൊക്കെ പിടിപെടാറുണ്ട്. അപ്പൊ അത് സൈറ്റോളജി ടെസ്റ്റ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പൊ ദീസ് ആർ ദ മെയിൻ 6 ഫീൽഡ്സ് ഓഫ് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റ്. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ പ്രധാനമായിട്ട് നടക്കുന്ന ടെസ്റ്റുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഒന്നുകൂടി പറയാം, ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഓരോന്നും എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിണ്ടാവും, അത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതി തന്നോളാം കേട്ടോ. ഓരോ കുഞ്ഞു സെന്റൻസ് ആയിട്ട് എന്ത് റിലേറ്റഡ് ആണെന്ന് അന്നേരം എഴുതി തരാം. ഇപ്പൊ ക്ലിയർ ആണോ അത്?
ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി? എന്തിനാണ് നമ്മളിപ്പോ ഈ ക്ലിനിക്കൽ ലബോറട്ടറി ഒക്കെ ചെയ്യുന്നത്? ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? To assist the medical staff or to assist the physician or to assist the specialist doctor. അതായത് മെഡിക്കൽ സ്റ്റാഫ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഡോക്ടർമാരെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആരാണോ നമ്മളെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് തന്നെ, അവർക്ക് ഒരു സഹായമാണ്. എന്തിന്? ടു കൺഫേം അബൌട്ട് അവർ ഡിസീസ്. നമ്മുടെ രോഗം ഇന്നതാണ് എന്നവർക്ക് കൺഫേം ചെയ്യണം. ചിലപ്പോൾ നമുക്ക് നോക്കി മരുന്നൊക്കെ തന്നു വിട്ടു, മാറിയില്ല അസുഖം, നമ്മൾ വീണ്ടും വന്നു ഡോക്ടറെ കാണാം, ഡോക്ടറെ ഇത് കഴിച്ചു മാറിയില്ലല്ലോ, ഇനിയും വീണ്ടും പനി വന്നു അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ഈ രോഗമുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കത് കൺഫേം ചെയ്യണം. ഇപ്പൊ ഒരാളുടെ മുഖത്തൊന്നും നോക്കി മുഖ ലക്ഷണം നോക്കിയിട്ടൊന്നും രോഗത്തെ കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ സ്വീകരിക്കുന്ന ചില മാർഗങ്ങളാണ് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു ടെസ്റ്റ് നടത്തി വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് മാറാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും കാരണമാകാം. ഇത് വെറുതെ ഒരു ലക്ഷണം മാത്രമാണ്. ഏത് ഈ വലുത പനി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു ലക്ഷണം മാത്രമാണ്. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രോഗം അവിടെ കിടക്കുന്നുണ്ട്. വി ഹാവ് ടു ട്രീറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. ആ ഒരു രോഗത്തിന് മരുന്ന് കൊടുക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതെന്താണെന്ന് അറിയണം. സോ ഗോ ഫോർ എ ടെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ അവര് എന്ത് ചെയ്യാം, എന്താണോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലാബിൽ പോയി നമ്മുടെ ബോഡിയിൽ അവർ എടുത്തോളം ഫ്ലൂയിഡ് ഒന്നും നമ്മൾ കുത്തിയൊന്നും കൊടുക്കണ്ട. ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോയി കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലെ സ്റ്റൂൾ അതൊക്കെ ആണെങ്കിൽ അവരെടുത്ത് നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. ബ്ലഡ് ഒക്കെ ആണെങ്കിൽ അവരെടുക്കും. അത് ഏത് രീതിയിലുള്ള ടെസ്റ്റ് എങ്ങനെയുള്ളതാണ് എന്ന് എന്ത് എടുക്കണം എന്നൊക്കെ അവർക്കറിയാം. നമ്മൾക്ക് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ നമ്മൾ അറിഞ്ഞിരിക്കണം പഠിക്കാൻ വേണ്ടി. എന്ത് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ they are performing 6 main fields of test. 6 പ്രധാനപ്പെട്ട മേഖലകളിലുള്ള ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുന്നത്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, histology, serology, hepatology and cytology. And it is to assist the medical staff to make and confirm the disease and also to give treatment to prevent that particular disease. ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും കൺഫേം ചെയ്യാനും കൺഫേം ചെയ്തതിനു ശേഷം അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അത് പിന്നീട് വരാതിരിക്കാനായിട്ട് തടയാനായിട്ടുള്ള കാര്യങ്ങൾ മെഷേഴ്സ് എടുക്കാനും ഒക്കെ മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലാബ് ടെസ്റ്റുകൾ നടത്തുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ റേഡിയോളജി. നെക്സ്റ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്. രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. ഇത് മറ്റൊരു ഡയഗ്നോസ്റ്റിക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ, 2 ഇതായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറീസും 2 റേഡിയോളജിയുമായിരുന്നു. അപ്പൊ നമ്മളുടെ റേഡിയോളജിയിൽ ഇറ്റ്സ് ഓൾസോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഫിസിഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെയും. പക്ഷേ ഹിയർ നത്തിങ് ഈസ് ടേക്കൺ ഫ്രം അവർ ബോഡി. അതായത് ബോഡിയിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സുകളൊന്നും തന്നെ പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയി ലാബിൽ വെച്ചിട്ടല്ല ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഇവിടെ എന്താ ചെയ്യുന്നത്, ടു ഡയഗ്നോസിസ് ആൻഡ് ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ടു ദ പേഷ്യൻസ് ദേ യൂസ് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഭയങ്കര ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള റേസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് അവർക്ക് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു രീതി. അതാണ് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് ഒന്നും എടുത്തു വെക്കുന്നില്ല, നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കയറ്റി വിടുകയാണ്. കുറെ റേസ് ആണ് കയറ്റി വിടുന്നത്. അതായത് നമ്മുടെ ഹൈ എന്താ പറയാ ആക്സിലറേഷൻ ഉള്ള റേസ് അല്ലെങ്കിൽ റേഡിയോ ഐസോടോപ്സ്, റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം കൂടി പറയുന്നതാണ് കേട്ടോ റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്. ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് റേസ് ശരീരത്തിലേക്ക് കടത്തിവിട്ട് അതിന്റെ കുറെ മെത്തേഡുകളാണ് ഈ റേഡിയോഗ്രാഫിയും അതുപോലെ ഫ്ലൂറോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്റേസ് എടുക്കൂലേ, എക്സ്റേ, അതുപോലെ ഈ മെഷീൻസിന്റെ കാര്യം പറയുന്നുണ്ട്. ഏതൊക്കെ മെഷീൻസ് ആണ് അതിന് വേണ്ടിയിട്ട് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്? എക്സ്റേ മെഷീൻ, സിടി സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, എക്കോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ, ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന മെഷീൻസ് അതിന് വേണ്ടിയിട്ട്. അതിൽ എക്സ്റേ മെഷീൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും. ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ എക്സ്റേ എന്ന് പറഞ്ഞൊരു മുറി അല്ലെ, എല്ലാവർക്കും അവിടേക്ക് എന്താ പറയാ പെട്ടെന്ന് അങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് അതിനകത്ത് ഹൈ ആക്സിലറേറ്റഡ് റേസ് ആയിരിക്കും ഉണ്ടാകുക അല്ലെ. അത് നമുക്ക് ഒബ്വിയസ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹാർംഫുൾ ടു അവർ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന് അത്രയധികം നല്ലതൊന്നുമല്ല ഈ റേസ് ഇങ്ങനെ ശരീരത്തിലേക്ക് കുറെ കയറ്റി വിടുന്നത് അല്ലെ. ഇപ്പൊ റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്ന എന്താ പറയാ നമ്മുടെ ഓങ്കോളജിയിൽ റേഡിയേഷൻ ഓങ്കോളജി ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് കുറെ റേഡിയേഷൻ ഇങ്ങനെ ആ ശരീരത്തിലേക്ക് നമ്മളുടെ ഇങ്ങനെ കടത്തി വിടുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ അതിന് ഹാർംഫുള്ളും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്കത് എന്താ പറയാ അതിനെ നമുക്ക് നമ്മുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കത് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും.
അത്തരം സിറ്റുവേഷൻസിൽ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഹൈ ആക്സിലറേറ്റ് ആയിട്ടുള്ള റേസ് ആണ് ഈ ശരീരത്തിലേക്ക് കടത്തിയിട്ടുള്ളത്. ഈ എക്സ്റേസ് തന്നെ നമ്മളിങ്ങനെ ഈ എക്സ്റേ എടുത്തതിന് ശേഷം അതിങ്ങനെ എന്താ പറയാ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മള് സ്പീഡി മൂവ്മെന്റ് ആയിട്ട് റേസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ എന്ന് പറഞ്ഞ ഫോട്ടോ അല്ലേ, ഒരു ഫോട്ടോ അല്ലേ. നമ്മളിപ്പോ ഒരു എന്താ പറയാ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് വരും, നമ്മുടെ ഈ ഫിസിക് ആണ് വരെ, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള രൂപമാണ്. നമ്മുടെ പുറമേയുള്ള കണ്ണ്, മൂക്ക്, വായ ഇതൊക്കെയല്ലേ നമ്മൾക്ക് കാണാൻ പറ്റുക അല്ലെ. അതേസമയം നമ്മുടെ ഇന്റേണൽ പാർട്സിന്റെ ഉള്ളിലുള്ള എല്ല് അതൊക്കെ ഇപ്പൊ നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ സ്കെലിട്ടണിന്റെ ഒക്കെ ഇപ്പൊ എല്ല് പൊട്ടൊക്കെ ഉണ്ടോല്ലോ, ഇടിഞ്ഞൊക്കെ വീണിട്ട് പിള്ളേരൊക്കെ വരുമ്പോ എല്ലിന് പൊട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും എന്ന് പറയുമ്പോ എക്സ്റേ ഒക്കെ ആണ് കേൾക്കുക അല്ലെ. അല്ലാതെ പുറമേക്ക് പരിശോധിച്ച് നോക്കിയാൽ എല്ല് പൊട്ടുന്നത് കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് പൊട്ടുന്നുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ എക്സ്റേസ് എടുക്കേണ്ടി വരും. അപ്പൊ ഈ എക്സ്റേസ് ഇതിങ്ങനെ എന്താ പറയാ സ്പീഡി മൂവ്മെന്റ് ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എന്താ പറയാ ഇവിടെ മോണിറ്ററിൽ ഇത് കാണിക്കുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കര സ്പീഡായിട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ മൂവി, എക്സ്റേ മൂവി വാച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. അതിനെയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് വിളിക്കുക. അതായത് ഇവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും പന്തികേട് ഉണ്ടോന്ന് ഡോക്ടേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പീഡായിട്ട് ഞാൻ മൂവ് ചെയ്ത് ചലിക്കുന്ന ചിത്രം പോലെ അങ്ങനെ ആക്കി മാറ്റും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് എവിടെയെങ്കിലും ഏത് ഭാഗത്താണ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യാൻ. നമ്മൾ പറഞ്ഞു റേഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചിട്ടൊക്കെ ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ എടുക്കാന്ന്. ഹാർട്ട്, പിന്നെ നമ്മുടെ ക്യാൻസേഴ്സ്, പല രീതിയിലുള്ള അബ്ഡോമിനൽ പാർട്സുകൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങൾ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉള്ളിലേക്ക് കടത്തി പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, CT സ്കാൻ മെഷീൻ, MRI സ്കാൻ കണ്ടിട്ടല്ലോ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും കാണാം, നമുക്ക് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ട് ഫിലിംസിലായാലും ഒക്കെ MRI സ്കാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വിടും അല്ലെ. ഫുൾ ബോഡി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഭാഗത്താണ് എന്തെങ്കിലും അസുഖങ്ങൾ, ഡിസീസസ് ഉള്ളത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതപ്പോ ഈ റേസ് ആണ് ഇങ്ങനെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ അതങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ആ റേസ് അകത്തോട്ട് കയറുന്നത് കൊണ്ടാണല്ലോ they can depict it on a computer. അത് നമുക്ക് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ പതിപ്പിക്കാനും അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും. ഓക്കെ, അപ്പൊ അതൊക്കെ MRI മെഷീൻസ്, കാർഡിയോഗ്രാം, അത് ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള മെഷീനാണ് എക്കോ കാർഡിയോഗ്രാം. അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. ഈ റേസ് ഒക്കെ കുറച്ച് ഹാർംഫുൾ ആണ്. അതുപോലെ തന്നെ ചില സ്കാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇവിടെ നമ്മുടെ ഇൻട്രാവെയിനിൽ കൂടി ഇല്ലേ, അതായത് IV ഉപയോഗിച്ച് നമ്മുടെ വെയിൻസിൽ പ്ലേസ് ചെയ്തിട്ട് അതിൽ കൂടിയൊക്കെ കടത്തിയിടും. സോ ഇറ്റ് വിൽ ബി പെയിൻഫുൾ അല്ലെ, ഭയങ്കര ഇച്ചിരി വേദനയൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ ഈ പെയിൻഫുള്ളും റേസിന്റെ ഇത്തിരി കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പുതിയ ഒരു ഈസി മെത്തേഡ് ഇന്ന് ആളുകൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ഇച്ചിരി പെയിൻലെസ് ആണ്, അതുകൊണ്ടാണ് അത് കുറച്ച് ഈസി മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, പെയിൻഫുൾ അല്ല അധികം. അതുകൊണ്ട് അപ്പൊ ഈ പറയുന്ന രീതികളിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഹോസ്പിറ്റൽ എന്താ പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ഏത് ഭാഗത്താണോ നമുക്ക് രോഗം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് റേഡിയോളജിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇന്നറിലേക്ക് അകത്തേക്ക് റേസ് ആണ് എന്താ പറയാ പാസ് ചെയ്യുന്നത്, മറ്റേത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. രണ്ട് രീതിയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? റേഡിയോളജി പോയാ പത്തൊരു കൈ പൊങ്ങാറുണ്ടായിരുന്നു, കാണാനില്ല, പോയി തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നസീറാണ് ഇടയ്ക്ക് ഇവിടെ തമ്പിടുണ്ട്, ഞാൻ അതും കൂടി നോക്കണ്ട. ഇപ്പുറത്തെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. CSSD കേട്ടിട്ടുണ്ടാവും അല്ലെ. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ പറഞ്ഞപ്പോ അതിനകത്ത് സപ്പോർട്ടീവില് അന്നേരം പറഞ്ഞിരുന്നു CSSD എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അല്ലെ. ടു സ്റ്റെറിലൈസ് ഓൾ ദ എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇഷ്ടംപോലെ സർജറിയോ പ്രൊസീജിയേഴ്സോ ഒക്കെ പലതും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്യുപ്മെന്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. They have to be cleaned and sterilized properly from time to time. അതൊക്കെ സമയത്തിന് ഇപ്പൊ ഒരു പേഷ്യൻസിൽ ഉപയോഗിച്ചു, ആ പേഷ്യന്റിന്റെ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഇനി ഇതുകൂടി എനിക്ക് അങ്ങോട്ട് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാം എന്നല്ല. ബിക്കോസ് ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ച കാര്യം, ഇഫ് ദ ഡിസീസ് ഈസ് എന്താ പറയാ ഒരു ആളുടെ രോഗം എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ടു ബി കണ്ടാമിനേറ്റഡ് ടു അനദർ വൺ, മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഡിസീസ് ആണെങ്കിൽ
തീർച്ചയായിട്ടും അത്തരം എക്യുപ്മെന്റ്സ് കനോട്ട് ബി യൂസ്ഡ് ബിഫോർ സ്റ്റെറിലൈസിങ്. അത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് വിൽ സ്പ്രെഡ് ഡിസീസസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ രോഗങ്ങള് പലരിലേക്കും, ഹോസ്പിറ്റൽ മൊത്തം നിറയാനൊന്നും അധികം സമയം എടുക്കില്ല. ബിക്കോസ് നമുക്കറിയാലോ ഹോസ്പിറ്റലില് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ആളുകൾ ജോലി ചെയ്യുകയും പേഷ്യൻസ് ആയിട്ടുള്ളവർ ഒത്തിരി ഉണ്ട്. പെട്ടെന്ന് രോഗം സ്പ്രെഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയ ആണ് ഹോസ്പിറ്റൽസ്. കാരണം ഒരാളിൽ നിന്ന് രണ്ടാളിലേക്ക് ആകാം, 2ൽ നിന്ന് 4ലേക്ക് പോകും, 4ൽ നിന്ന് 8ലേക്ക് പോകും. പെരുകിക്കൊണ്ടിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കൂടുക എന്നല്ല നമുക്ക് പറയേണ്ടി വരിക, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് തടയേണ്ട ഒരു ഇടമാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ ഈ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റൽസിന്റെ പല ഭാഗങ്ങളും എന്താ പറയാ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. എപ്പോഴും അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, സറൗണ്ടിങ്സ് ഒക്കെ ഹോസ്പിറ്റൽസിന്റെ ഓരോ റൂംസും വരാന്ത എല്ലാം ഇടവും എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? കാരണം എന്താ, ഏറ്റവും കൂടുതൽ രോഗം പകരാനുള്ള സാധ്യതകളും പടരാനുള്ള സാധ്യതകളും കൂടുതൽ ഹോസ്പിറ്റൽസിലാണ്. അപ്പൊ അതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത്. നമ്മൾ അതിനുള്ള ഒരു എന്താ പറയാ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാനായിട്ട് അവര് തന്നെ അതിനുള്ള മെഷേഴ്സ് എടുക്കണം. സോ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം, ടൈം ടു ടൈം അതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക to avoid the spreading of diseases in the hospital. But ഇപ്പൊ അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് they have to follow the strict procedures ഓഫ് ഹോസ്പിറ്റൽ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആകാം, മറ്റ് എക്യുപ്മെന്റുകളാകാം, ഇതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം ഇത്തരം ഇൻസ്ട്രുമെന്റ്സ്. കാരണം അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളായിരിക്കും. അതിനൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നു കഴിയുമ്പോൾ അത് ചീത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റലിന്റെ ചെലവ് കൂട്ടുന്ന ഒരു കാര്യമായി മാറും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണം അത്തരം സാധനങ്ങളൊക്കെ ഉപകരണങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോകാൻ. ഓക്കെ, അപ്പൊ ചിലപ്പോ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്ന നമുക്ക് ചാപ്റ്റർ ഉണ്ടല്ലോ പഠിക്കാനായിട്ട്, അന്നേരം പറഞ്ഞു തരും അവര്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഈ ഓരോ എക്യുപ്മെന്റുകളും ഇങ്ങനെ സോർട്ട് ചെയ്ത് ഓരോ ട്രെയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ ചില ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പാർട്സ് ആയിട്ട് ഊരി പോരതൊക്കെ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ ഊരി എടുക്കേണ്ടതാണ് അറിയാൻ പാടില്ലാത്ത പണിക്കും പോകാതിരിക്കുക. ചിലപ്പോൾ അത് ഊരേണ്ട സാധനം ആയിരിക്കില്ല, അങ്ങനെ തന്നെയുള്ളതായിരിക്കാം. അപ്പൊ അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അത് ഊരി എടുത്ത് കഴിയുമ്പോൾ പിന്നെ അതെങ്ങനെ എന്താ പറയാ വീണ്ടും അത് നമുക്ക് എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാത്തൊക്കെ അവസ്ഥ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അതുമായി എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മാത്രം എന്ത് ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? CSSD. Yes, next one, housekeeping department. The department which takes charge of keeping the hospital surroundings neat and clean. എപ്പോഴും ഹോസ്പിറ്റലും അതിന്റെ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവർ ക്ലീൻ ചെയ്യണമെന്നല്ല, ഇവർ ക്ലീൻ ചെയ്യിപ്പിക്കണം. ഏതെങ്കിലും ഭാഗങ്ങളിൽ വൃത്തിഹീനമായി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ജോലിക്കാരെ കുറിച്ചുള്ള അത് ക്ലീൻ ചെയ്യിപ്പിക്കാം. ഈ വാട്ടറോ വെള്ളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളോ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ നടന്നു പോകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പേഷ്യൻസിനെ വരുന്ന ഇടങ്ങളിലോ ഒക്കെ എന്തെങ്കിലും സ്പില്ലായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ തന്നെ ആ കുറച്ചേരം കഴിയട്ടെ, വൈകുന്നേരം രാവിലെ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് ഇനി വൈകുന്നേരം ആവട്ടെ. നമ്മുടെ വീടുകൾ പോലെയല്ല. വീടുകളിലെന്ന് പറഞ്ഞൊക്കെ നമുക്കറിയാം, നമ്മുടെ വീടുകൾ നമ്മള് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് തൂക്കി തുടച്ചും അടിച്ചും വൃത്തിയാക്കി ഇടും, അല്ലെ? അല്ലാതെ നമുക്ക് ജോലിയുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോലും. പിന്നെ വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ഏകദേശം എന്താ പറയാ ആന കരിമ്പുന്നത്തി കയറിയ പോലെയായിട്ടുണ്ടാവും, അല്ലെ? വീണ്ടും നമ്മൾ ഒരു ക്ലീനിങ്ങും കൂടി രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ചെയ്തു വെക്കും. പക്ഷെ ഹോസ്പിറ്റൽസിൽ അപ്പൊ രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം, പക്ഷെ ഹോസ്പിറ്റൽസിൽ അത് പറ്റില്ല. ഈച്ച് ആൻഡ് എവറി ടൈം എപ്പോഴൊക്കെ എന്തൊക്കെ വൃത്തിഹീനമായി കിടക്കുന്ന അവസ്ഥ കണ്ടാലും ഷുഡ് ബി ക്ലീൻഡ്. അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ആരുടെ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് അത് ക്ലീൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓൾ ദ റൂംസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ഇരിക്കുന്ന റൂം ആയിക്കോട്ടെ, എവറിഥിങ് എവിടെ ആണോ എല്ലാവിടെയും ക്ലീൻ ചെയ്യണം. ഈവൻ ദ ലോണ്ടറി ഷുഡ് ബി ടേക്കൺ ഔട്ട്. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽസിലെ പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കട്ടിലെ പില്ലോസും അതുപോലെ തന്നെ പില്ലോ കവേഴ്സും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിടണം. അതൊക്കെ വൃത്തിയില്ലാത്തതാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ലോണ്ടറിക്ക് കൊടുക്കണം. അപ്പൊ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇവിടെയാണ്, ലോണ്ടറിയിലേക്ക് കൊടുക്കുക. എന്താ ലോണ്ടറി?
വൃത്തി വാഷിങ്, അയണിങ്, മെൻഡിങ് ഒക്കെ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ലോണ്ടറി. അപ്പൊ അവർക്കുടെ കയ്യിലേക്ക് കൈമാറേണ്ടത് ഇവരാണ്. അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ച് അഴുക്കായതൊക്കെ ആണെങ്കിൽ മാറ്റി വെക്കുക, ലോണ്ടറിയുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ അത് കീപ്പ് ചെയ്യാം. ആൻഡ് ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ അങ്ങനെ ക്ലീനിങ് ഒക്കെ നടത്തുമ്പോൾ വേസ്റ്റ്, തീർച്ചയായിട്ടും വേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ വേസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടുത്തെ കടിച്ചു വാരി കൊണ്ടുപോയി ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ അവിടെ മതിലിനോട് ചേർത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി മൂലൊക്കെ കൂട്ടിയിടണം. അങ്ങനെയാണോ? അല്ല. ഹോസ്പിറ്റൽസിൽ ഡിസ്പോസിംഗ് ഓഫ് വേസ്റ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ ദ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അവിടെയും നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഹൗ ടു വേസ്റ്റ് മാനേജ്മെന്റ്, ഹൗ ടു ഡിസ്പോസ് ദ വേസ്റ്റ്, എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിന്റെ നിയമാവലിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ മാത്രമാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതിനകത്തുള്ളത് കൊണ്ടായി പുറത്തേക്ക് വലിച്ചിട്ടു കുറച്ചു നേരം കഴിയുമ്പോൾ ഏതെങ്കിലും ജീവികള്, കാക്കയാകാം, പക്ഷികളാകാം, പൂച്ചയാകാം, പട്ടിയാകാം, അതൊക്കെ വന്ന് മാന്തി കുറച്ച് അവിടെ ഇവിടേക്ക് ഇട്ടു. അപ്പൊ എന്താ പറയാ, വീണ്ടും അതൊക്കെ കുറച്ച് കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തെങ്കിലും വസ്തുക്കളിൽ എന്തെങ്കിലും എന്താ പറയാ രോഗമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ സ്പില്ല് ചെയ്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയി അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, കെയർലെസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള വഴി സ്വീകരിച്ചിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായല്ലോ ഹൗസ് കീപ്പിംഗ്? ഓക്കെ, നെക്സ്റ്റ് വൺ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്ററി മീൻസ് ക്യാൻറ്റീൻ എന്ന് പറയാം അല്ലെ. അതായത് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ദ ഫുഡ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ എ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലെ ഫുഡ് എങ്ങനെ തയ്യാറാണ്? നമ്മളൊരു ഫുഡ് കഴിക്കാനായിട്ട് ഏറ്റവും മനുഷ്യന് അത്യാവശ്യമായിട്ട് ഒരു സാധനം കുറച്ചാണെങ്കിലും അത് നല്ല ഒരു ഹൈജീനിക് മാനറിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കാനാണ് നമുക്ക് ഇഷ്ടം അല്ലെ. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും, നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടണം. പക്ഷെ ആ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാനുള്ള ഒരു ഇത് വരുന്നത് എങ്ങനെയാ? അതെങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് എന്നുള്ള രീതിയിലാണ് അല്ലെ. അതിന്റെ തന്നിരിക്കുന്ന ആ ഒരു വെസൽ എന്ത് തന്നെയാണ്, ഗ്ലാസ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അത് വൃത്തിയാണോ, തരുന്ന ആള് അത്ര എന്താ പറയാ വൃത്തിയിലാണോ അത് ഉണ്ടാക്കി നമുക്ക് മുമ്പിൽ കൊണ്ട് തന്നേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കും അല്ലെ. അത് നോക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പുറത്ത് എന്താ പറയുക എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശന്ന് വരെ ദാഹിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒരു റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കും, എന്താണ് ചുറ്റുവട്ടമൊക്കെ. അവിടെ എന്തെങ്കിലും വൃത്തിഹീനമായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പതുക്കെ ആരും അറിയാത്ത പോലെ പതുക്കുന്ന അവിടുന്ന് മുങ്ങും. കാരണം എന്താ, നമുക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയാണെങ്കിലും നമ്മുടെ വീടുകളിലും അല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, രാവിലെ തുടങ്ങി. അപ്പൊ കിച്ചണൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക. ആ ഒരു അവസ്ഥയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതൊക്കെ വലിച്ചു വാരിയിട്ടു അവിടെ നിർത്ത് ഇവിടെ ഇട്ടു, ഇവിടെ നിർത്ത് അവിടെ ഇട്ടു, അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരിത്തിരി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവർക്കത് കഴിക്കാൻ തോന്നാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും ചിലവിടത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേഷ്യൻസ് ആണ്, രോഗികളാണ് കിടക്കുന്നത്. ദ ഫുഡ് പ്രിപ്പയർഡ് ആൻഡ് supplied to the patient should be according to the diet plans which is provided by the nutrition department according to the nutritional menu. അപ്പൊ ഇവിടെ ഈ പറയുന്ന രോഗികളാണ് ഇഷ്ടംപോലെ കിടക്കുന്നത്. അപ്പൊ രോഗികൾക്ക് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂട്രീഷണൽ മെനു അനുസരിച്ചിട്ടുള്ള ഫുഡ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ഹൈജീനിക് മാനർ. അത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് സം എന്താ പറയാ ടീച്ചിങ്സ്. അതായത് ഇപ്പൊ ക്യാൻറ്റീൻസിലൊക്കെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവിടെയൊക്കെ പോയി ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വാച്ച് ചെയ്യാം, ഒന്ന് സൂപ്പർവൈസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ന്യൂട്രീഷൻ മെനു അനുസരിച്ച് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അവിടുത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണോ, വൃത്തിയുള്ളതാണോ എന്ന് നോക്കാം. പഴയതൊക്കെ എടുത്തു വെച്ച് ഇപ്പോഴും അവിടെ തന്നെ സ്റ്റോക്ക് വെച്ചിട്ട് പുതിയ രൂപത്തിലാക്കി പേഷ്യൻസിന് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചില കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങള്. പിന്നെ ഓൾസോ ദേ ഹാവ് ടു ഓർഡർ ഫുഡ്. അതായത് എന്തൊക്കെ ഫുഡുകൾ കൊണ്ടുവരണം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഓരോ മുറികളിൽ കിടക്കുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് കൊണ്ടുവരണം അത് ഓർഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു സൂപ്പർവൈസ് ദ സ്റ്റാഫ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, സ്റ്റാഫുകളെ അവരെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. അവരും എങ്ങനെയാണ്, വൃത്തിയിൽ തന്നെയാണോ, ആൻഡ് വൃത്തി ആയിട്ടാണോ ഫുഡ് ഡെലിവർ ചെയ്യുന്നത്, അതിന്റെ ആ കണ്ടെയ്ൻമെന്റുകൾ എന്ത് സാധനത്തിലാണോ പാത്രത്തിലാണോ കൊണ്ടുവന്നത്, ആ കണ്ടെയ്ൻമെന്റ് എങ്ങനെയുള്ളതാണ്, അത് വൃത്തിയുള്ളതാണോ, ഇതൊക്കെ പരിശോധിക്കണം. ആര്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണത്. ഓക്കെ,
ന്യൂട്രീഷണൽ മെനു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക. അത് അവിടുത്തെ ജോലിക്കാരെയും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതും ലാബറട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്, MSW. എന്ത് കേട്ടിട്ടുണ്ടോ? MSW മെഡിക്കൽ സോഷ്യൽ വർക്കാണ്. അതായത് നമ്മളുടെ എന്താ പറയാ സോഷ്യൽ വർക്കാണ്. ഈ ഹോസ്പിറ്റലിനകത്ത് ആർക്കാ സോഷ്യൽ വർക്ക് കൊണ്ട് ഉപകാരം, അല്ലെങ്കിൽ എന്തിനാ ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്ന് നമുക്ക് വിചാരിക്കാം. സോഷ്യൽ സാമൂഹിക പ്രവർത്തനങ്ങളാണ്. ഇത് സാമൂഹിക പ്രവർത്തനങ്ങൾ ഇവിടെ ഹോസ്പിറ്റൽസിനകത്ത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ടോ? വേണം, തീർച്ചയായിട്ടും വേണം. നമുക്കറിയാം ഹോസ്പിറ്റൽസില് എന്താ പറയാ നമുക്ക് രോഗവുമായിട്ടാണ് നമ്മൾ എന്താ പറയാ ചെല്ലുക. ചിലപ്പോൾ നമ്മൾ തന്നെയാകാം, ചിലപ്പോ നമ്മള് രോഗിയായിട്ട് നമ്മളുടെ കൂടെ ആളുകൾ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, അതായത് ഈ പറയുന്ന വിഭാഗം, ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദേ പ്രൊവൈഡ് സം സർവീസ് ടു ദ പേഷ്യൻസ് ഓർ റിലേറ്റീവ്സ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റൽസിലേക്ക് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ കൊണ്ടുവരുന്ന റിലേറ്റീവ്സിനൊക്കെ ചില സഹായങ്ങളാണ് കൊടുക്കുന്നത്. സാമൂഹ്യ സഹായം അല്ലെങ്കിൽ സാമൂഹിക എന്താ പറയാ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? To keep or these families or patients face a wide range of psychosocial issues or stress. അതായത് നമ്മൾ രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്താണ് അല്ലെ. അപ്പൊ അവിടെ വേദനയും കാര്യമൊക്കെ ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ, അതൊരു ഭാഗം. പക്ഷെ അതിനേക്കാളേറെ ഈ രോഗവുമായിട്ട് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ രോഗിയെ കൊണ്ടുവരുന്ന ആളുകള് ഫേസ് ചെയ്യുന്നത് കുറെ എന്താ പറയാ കുറെ മെന്റൽ സ്ട്രെസ് ആണ്, മെന്റൽ ഇൽനെസ് ആണ്. എന്താ മെന്റൽ ഇൽനെസ് പറഞ്ഞാൽ അതല്ല നമ്മൾ സൈക്യാട്രി എന്ന് പറയുന്നതല്ല. ആ സമയത്തേക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരുപാട് ചില പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെ, ഏത് ഭാഗത്തോട്ട് പോകണം, ഒരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ നമ്മളോടൊരു പെട്ടെന്ന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറി ആവശ്യമുണ്ടെന്ന് പറയുന്നു. അന്നേരം നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ ഫീലിംഗ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അപ്പൊ നമ്മൾ കൂടെ വേറെ ആരില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് നമുക്ക് ഇന്നൊരു രോഗമാണെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. ചെന്ന് കഴിഞ്ഞ് പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് ഒരു സർജറി വേണം എന്നൊക്കെ പറയുന്നു, അധികം താമസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കൂടെ വന്ന ആളും അത്രയധികം മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആളല്ല എങ്കിൽ ദേ ഫേസ് മെനി സ്ട്രെസ്. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് അനുഭവപ്പെടും. അപ്പൊ എന്താ ചെയ്യേണ്ടേ? ചേട്ടാ നമുക്ക് എന്താ പറയാ തളർന്നു പോകും അല്ലെ, അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെ? തളർന്നു പോകും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ്, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെ അത്തരം സ്ട്രെസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആളുകളെ കോപ്പപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ, അവരെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ മാറ്റി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ഹെൽത്തുമായിട്ടുള്ള ഇഷ്യൂസിൽ അവർക്ക് അത്തരം സഹായങ്ങൾ, സാമ്പത്തിക സഹായം അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെയുള്ള സഹായമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ നിൽക്കുന്നവർക്ക് അത്തരം ചില എന്താ പറയാ സേവന രീതിയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് MSW മെഡിക്കൽ സോഷ്യൽ വർക്ക്. ഇപ്പൊ നമുക്ക് എന്താ സർജറി എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇപ്പൊ ബ്ലഡ് വേണം, ബ്ലഡ് ഇത്ര വേണമെന്ന് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുന്ന് സർജറിക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യന്റ് പുറത്തു നിൽക്കുന്ന ആളുകളോട് ഇത്ര ബോട്ടിൽ എന്താ പറയാ ബ്ലഡ് വേണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പകച്ച് എന്തോ പോലെ ആകുമ്പോ ഇങ്ങനെയുള്ള ഈ പറയുന്ന സോഷ്യൽ വർക്ക്സ്, അതായത് മെഡിക്കൽ സോഷ്യൽ വർക്ക്സിൽ പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകള് അവര് നമുക്ക് ഇത്തരം എങ്ങനെ എവിടെ നിന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന് ഒരു സേവനം എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത്തരം ആളുകളാണ് നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇവര് എപ്പോഴും എന്താ പറയാ ഈ ഹോസ്പിറ്റൽസിൽ എപ്പോഴും ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ദേ അഡ്രസ് സം എന്താ പറയാ അവരുടെ ഒരു ഹെൽപ്പ് എന്ത് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നു ടു ദിസ് ഫാമിലീസ് ദോസ് ഹു ആർ ഫേസിങ് ദിസ് ചാലഞ്ചസ്. ഇത്തരം വെല്ലുവിളികളൊക്കെ നേരിടുന്ന ആളുകൾക്ക് അവരൊരു ഹെൽപ്പായിട്ട് മാറുന്നു എന്നുള്ളതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ആൻഡ് ഇവര് ശരിക്കും പറഞ്ഞാൽ അതേ എന്താ പറയാ അവര് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അകത്തില്ലേ ഒരു ബ്രിഡ്ജ് പോലെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബ്രിഡ്ജ് എന്താ? പാലം എന്തിനാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ അല്ലെ. അപ്പൊ നമ്മളും
ഡോക്ടർമാരും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂടിയാണ്. അതായത് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ ഇവർക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലം പോലെ ഇവർ വന്ന് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ എത്തിച്ചു തരാനായിട്ട് ഇവര് തന്നെ കുറെ പാടുപെടും. അതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താന്ന് മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? ആ ഫസ്റ്റ് സെന്റൻസ് എന്തായാലും പഠിച്ചു വെച്ചേക്കണം നന്നായിട്ട്. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് help the families deals with a wide range of psychosocial issues and stress while coping with the illness or maintaining health. നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രോഗവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ നമ്മൾ ഒക്കെ ഫേസ് ചെയ്യുന്ന സാമൂഹിക മാനസിക പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അത് ഫേസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് എയിംസ് അറ്റ് റിഹാബിലിറ്റേഷൻ ഓഫ് പേഷ്യൻസ്. ഈ പേഷ്യൻസിനെ പുനരധിവസിപ്പിച്ചും ഒക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. വലിയ ആക്സിഡന്റുകൾ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് പാരലൈസ്ഡ് ആയി പോകുന്ന, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന ആളുകൾക്ക് അവരുടെ മസിൽസിന് ബോൺസിനൊക്കെ സ്ട്രെങ്ത് കൊടുത്ത് അവരെ പ്രോപ്പർ ഫങ്ഷനിങ്, ബോഡിയുടെ എല്ലാ പാർട്സും പ്രോപ്പർ ഫങ്ഷനിങ്ങുമായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഓർത്തോപെഡിക്സ്, എല്ലിന്റെ ജോയിന്റുകളുടെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അതുമായിട്ട് റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. അവിടെ വരുന്ന ആളുകൾക്കാണ് കൂടുതലും ഈ ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുള്ളത്. ഓക്കെ, ആൻഡ് ഹീലിംഗ് തെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരിക. അതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇൻപേഷ്യന്റിന് അവിടെ കിടന്ന് വഴി ചികിത്സിക്കാം, അല്ലെങ്കിൽ പോയി വരാൻ പറ്റുന്ന അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് എല്ലാ ദിവസവും പോയൊക്കെ വന്നിട്ട് എന്താ പറയാ ഇത്തരം സർവീസസ് ലഭ്യമാക്കാവുന്നതാണ് ഫിസിയോതെറാപ്പിയിൽ. ക്ലിയർ ആയോ? ഫിസിയോതെറാപ്പി മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫാർമസി. അതൊക്കെ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റുകളല്ല, അതായത് നമ്മൾ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ എന്ത് സപ്പോർട്ട് അവർ കൊടുക്കണേ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രോഗങ്ങളൊന്നും അതിനകത്ത് പ്രതിപാദിച്ച് വരാത്തത് കൊണ്ടാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് വേഗം നീങ്ങിപ്പോയത്. ഇപ്പൊ എത്ര 8ാമത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു അല്ലെ. മറ്റേതായിരുന്നു നമ്മൾ 2ഓ 3ഓ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആ ഒരു ദിവസം പറഞ്ഞത് ഏതില്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD-യില്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാർമസി. ദെൻ എന്താണ് ഫാർമസി? ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു സാധനമാണ് എന്ത് ഹോസ്പിറ്റൽ ഫാർമസി. ഇറ്റ് ഷുഡ് ബി വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ, ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടാകേണ്ട വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് നോട്ട് ഓൺലി മെഡിസിൻസ്, ഡ്രഗ്സ്, അതായത് മെഡിസിൻസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അത് എന്താണ്, ചിലപ്പോ ഈ ഇൻഹെയിലിംഗ് ആയിട്ടുള്ള അതായത് നമ്മുടെ മറ്റേ സാധനമില്ലേ നെബുലൈസ് ചെയ്യുന്ന മെഷീൻസ് അല്ലെ, ഗ്ലൗസ്, ഹോസ്പിറ്റൽ സർജറീസ് ഒക്കെ നടത്തുമ്പോൾ അവർക്ക് ഉപയോഗിക്കും, ഡോക്ടേഴ്സിന് ഉപയോഗിക്കേണ്ടി വരുന്ന ഗ്ലൗസ്, സിറിഞ്ച്, അങ്ങനെ ഒരുപാട് മറ്റ് ഇൻസ്ട്രുമെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മാസ്ക്, അതായത് സർജറി പ്രൊസീജിയേഴ്സിൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ ഫാർമസി എന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് റൺ ബൈ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളായിരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ ഫാർമസി റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓടിച്ചുകൊണ്ടുപോകുന്നതാണ് അല്ല, അത് നടത്തിക്കൊണ്ട് പോകുന്നതെന്നാണ് ഉദ്ദേശം. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് സം സർവീസസ്. ഹോസ്പിറ്റൽ ഫാർമസി പ്രധാനമായിട്ടും എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? They have to purchase, distribute and supply medications and pharmaceuticals. ഒരു ഹോസ്പിറ്റൽസിലേക്ക് വേണ്ടി വരുന്ന മരുന്നല്ലാത്ത സാധനങ്ങള് ഒക്കെ പർച്ചേസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആവശ്യത്തിന് എവിടേക്കാണോ കൊടുക്കേണ്ടത്
അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് ആണ്. ഏറ്റവും അധികം ചെയ്യുന്നത് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, ദെൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ്. അവിടെ കിടന്ന് ചികിത്സിക്കുന്ന ആളുകൾക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വന്നു പോകുന്ന പേഷ്യൻസിനും എന്താണ് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതും ഫാർമസിയിൽ തന്നെയാണ്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ക്ലിനിക്കൽ അതായത് വന്നു പോകുന്ന പേഷ്യൻസിന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ എന്താ പറയാ ഡോക്ടേഴ്സിനെ കാണാൻ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്നാണ്. ആൻഡ് ഓൾസോ the pharmacy provides medicines to the inpatients, those who are admitted in the wards. വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ മരുന്നുകൾ അങ്ങനെ കൊടുക്കാം? എല്ലാ ദിവസവും ആ വാർഡിൽ കിടക്കുന്ന ആളുകൾ വന്നിട്ട് നിരന്ന് ഇവിടെ വന്ന് നിൽക്കുമോ? വേണ്ട. ആ വാർഡുകളിൽ ഓരോ വാർഡിൽ ഇപ്പൊ എന്താ പറയാ മെറ്റേണിറ്റി വാർഡ് ഉണ്ട്, പിന്നെന്താണ് പേ വാർഡ്, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? എനിക്കില്ലേ വാർഡ് ഹോസ്പിറ്റൽസിലെ വാർഡില് ഒരു 5-10 കട്ടിലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ വാർഡുകളിൽ കിടക്കുന്ന എന്താ പറയാ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് എല്ലാ ദിവസവും വന്ന് ഈ മെയിൻ ഫാർമസിയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കണോ? ലൈൻ ആക്കി വേണ്ട. ആ റെസ്പെക്റ്റീവ് വാർഡ്സിന്റെ മുമ്പില് ഓരോ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ 2 നഴ്സുമാരൊക്കെ വെച്ചിട്ട് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. അപ്പൊ ആ വാർഡിൽ കിടക്കുന്നവരെ നോക്കേണ്ടത് ഈ പറയുന്ന സിസ്റ്റേഴ്സ് ആയിരിക്കും. അത് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് അവർ വരും. അപ്പൊ ആ വാർഡിൽ ഏതൊക്കെ പേഷ്യൻസ് കിടക്കുന്നുണ്ട് അവരെ സംബന്ധിക്കുന്ന ലിസ്റ്റ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. ആൻഡ് വാട്ട് എവർ മെഡിസിൻസ് ടു ബി പ്രൊവൈഡഡ് ഇൻ പർട്ടിക്കുലർ ടൈംസ്, ഓരോ സമയത്ത് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കണം എന്നൊക്കെ ഇവർ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദ മെയിൻ ഫാർമസി ആൻഡ് ടു ബി പ്രൊവൈഡഡ്. അത് ഇവര് തന്നെ പോയി കളക്ട് ചെയ്ത് രാവിലെ കൊണ്ടുവന്ന് പോയി അത് കളക്ട് ചെയ്യുക. അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ ആ പേരുകൾക്ക് അനുസൃതമായിട്ട് അത് വാങ്ങിക്കുക, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് കൊണ്ടുപോയി അവരുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് നേരത്തിന് കൊണ്ടുപോയി ആ പേഷ്യൻസിന്റെ അടുത്ത് അവർക്ക് ഓരോ ക്യാബിനറ്റ് ഒക്കെ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ ആരാണോ പേഷ്യന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന നേരത്തിൽ ഇത് കൊടുക്കുക, അതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പോരാം. ഈ ഫാർമസിയിൽ നിന്നാണ് ഇത് കൊണ്ടുപോയി കളക്ട് ചെയ്ത് ആ വാർഡിൽ ഇരിക്കുന്ന അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ കയ്യിലാണ് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞേക്കണേ വാർഡ് ഫാർമസിയിൽ നിന്ന്. അല്ലാതെ വാർഡിലേക്ക് വേണ്ടി മാത്രം ഒരു ഫാർമസി ഹോസ്പിറ്റൽസിലില്ല. അത് ഈ പറയുന്ന 1-2 നഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് കൊണ്ടുപോയി കളക്ട് ചെയ്ത് വെക്കണേ. അവർക്ക് വേണ്ട സമയത്തിന് അത് പ്രൊവൈഡ് ചെയ്യാം. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത് ഉദ്ദേശിച്ചെന്ന്? ഓക്കെ. അവസാനത്തെ ഒരു പോയിന്റ് എന്താണെന്നറിയാമോ? ഇങ്ങനെയാണിത്. ഡോക്ടേഴ്സ് കീപ്പ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഓഫ് മെഡിക്കേഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫാർമസി ആസ് എ ഗൈഡ്. ഇനി എന്താണെന്നറിയോ, ഈ ഫാർമസിക്കാര് ഒരു ഗൈഡ് പോലെ, ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്കാര് ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻസിന്റെ പ്രൊസീജിയേഴ്സ്, ഇത് അവരുടെ കയ്യിലുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ എന്തൊക്കെ മെഡിസിൻസ് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓർത്തോപെഡിക്സ് വിഭാഗം, അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഡിസിൻസ് ഇരിക്കുന്നുണ്ട്. പീഡിയാട്രിക്സ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെ ഇരിക്കുന്നുണ്ട് അത് അവർക്ക് അറിയാം. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഡോക്ടേഴ്സ്. അത് ഡോക്ടേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അവരത് വെച്ചിട്ടുണ്ടാവും. എന്തിനൊക്കെ അവർ വെച്ചേക്കുന്നത്? അവരവരുടെ ഡോക്ടർ. ഇപ്പൊ ഞാൻ ഒരു കാർഡിയോളജി ഡോക്ടറാണെന്ന് വിചാരിക്കാം. ഫാർമസിയിൽ നിന്ന് എനിക്ക് എന്താ പറയാ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസിന്റെ ലിസ്റ്റ് ഇങ്ങനെ തന്നിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിനും വേണ്ട. ബിക്കോസ് ഞാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്, ഞാൻ കാർഡിയോളജി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അന്നേരം എനിക്ക് പീഡിയാട്രിക്സ് വിഭാഗത്തിലെ മരുന്നുകളുടെ ലിസ്റ്റ് എനിക്ക് തരണ്ട. എനിക്ക് വേണ്ടത് കാർഡിയോളജിയിലെ മരുന്നുകളുടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടാകും. എന്തിനായിരിക്കാം അങ്ങനെ തന്നേക്കാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും അങ്ങനെ തരുന്നത് കൊണ്ടുള്ള ഉദ്ദേശം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, അത് തന്നെയാണ്. കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആയിട്ട് ഉമ ഓക്കെ, അവർ രണ്ടുപേരും പറഞ്ഞു. അതായത് ഹോസ്പിറ്റൽസിൽ ഇന്ന മരുന്നുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ അതനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാം. ചില മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ ഇവരുടെ മൈൻഡിൽ നിന്ന് പോകും. കാരണം എന്റെ മെഡിസിൻ ഉണ്ടോ ഇല്ലേ, എപ്പോഴെപ്പോഴും നമുക്ക് തീർത്ത് വെച്ച് നോക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെയൊക്കെ ആ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കത് എടുത്തു കൊടുക്കാം. കാരണം മെഡിസിൻസിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ബിഫോർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡിസ്പെൻസ്ഡ് ടു ദ പേഷ്യൻസ്. ആ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് അത് ആളുകൾക്ക് കൊടുത്തു തീർക്കണം. അല്ലാണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെച്ച് ആട്ടിയിട്ട് വെച്ചിട്ട് എന്താ പറയാ, ഏതെങ്കിലും മരുന്നൊക്കെ കൊടുത്തു വിട്ടാൽ മതി, വായി തോന്ത് പുറകിപ്പാടെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ലിസ്റ്റ് പ്രകാരമായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അത് അവർക്ക് അത്തരം ഒരു സെറ്റ് ഓഫ് മെഡിസിൻസിന്റെ ലിസ്റ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? ഫാർമസിക്കാരാണ്. അത് അവർ ചെയ്യുന്ന സേവനമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് അക്കോർഡിംഗ് ടു ദ പർട്ടിക്കുലർ ലിസ്റ്റ്. ഈ ഒരു സെറ്റ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഡോക്ടേഴ്സിന് രോഗികൾക്ക് മരുന്നുകൾ കുറിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ. എന്തൊക്കെയാ? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ മെഡിസിൻസ് ഓർ ഫാർമസ്യൂട്ടിക്കൽസ്. ഇതെല്ലാം വാങ്ങിക്കണം, സപ്ലൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഡിസ്പെൻസ് ചെയ്യണം. വാർഡിലും ക്ലിനിക്കിലും ഫാർമസീസ് ഉണ്ട്. മീൻസ് അത് പ്രൊവൈഡ് ചെയ്യാനുള്ളത് ഫാർമസീസ് തന്നെയാണ്. They have to supply a set of procedures which is to be followed by the doctors to prescribe the medications. And the medications prescribe ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഡോക്ടേഴ്സിനും ഫാർമസിക്കാരെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസി അല്ലെങ്കിൽ ഫാർമസിക്കാര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. ക്ലിയർ ആയോ? നമ്മളിന്ന് 8 ഡിപ്പാർട്ട്മെന്റുകളാണ്, 8 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിച്ചത്. ഇനി വേണ്ട അല്ലേ? ആയാൽ പറ്റില്ല. ഓക്കെ, അപ്പൊ 8 ഡിപ്പാർട്ട്മെന്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ദിവസം കൂടെ നമുക്ക് ആ ഒരു ചാപ്റ്റർ തീർക്കാം. അതിനകത്ത് എക്സ്ട്രാ വരുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാം. ചോദ്യം മാത്രമേ തരുള്ളൂ, ആൻസർ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ, സീ യു. ബൈ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Okay, thank you. Bye.